അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതം മുന്നോട്ട് പോകുമ്പം ഒരേ അവസ്ഥയായിരിക്കില്ല നമുക്കുണ്ടാവുക. പല അവസ്ഥകളിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. സന്തോഷം, ദുഃഖം, ഭയം, നിരാശ, പ്രതീക്ഷ, വിജയം, പരാജയം, ഇങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നു പോകും. അപ്പം അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ഭയവും നിരാശയും. പലതിനെക്കുറിച്ചും നമ്മൾ ഭയപ്പെടാറുണ്ട്. നമ്മളെ തന്നെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഈ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന പരിണിതി, അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഭയം വരും. ചിലപ്പോൾ നമ്മളെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു ബേജാറ്, ഭയം വരും. അതല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലോ അയൽവാസികളിലോ നാട്ടിലോ നമ്മളോട് എന്തെങ്കിലും വിദ്വേഷം പുലർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ചെയ്തികളെക്കുറിച്ച് ആലോചിക്കുമ്പം മനസ്സിലൊരു ബേജാറ്, ഭയം വരും. ഇനി മൊത്തം ഒരു സമുദായം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ മാറി വരുമ്പോൾ നമ്മളെ സമുദായത്തിൻ്റെ അവസ്ഥ, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പം ഭയം വരും. അങ്ങനെ പല രീതിയിലുള്ള ഭയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നിരാശ. ചില സാഹചര്യങ്ങളിൽ ചിലപ്പം നമ്മൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഉഷാറായിട്ട് അധ്വാനിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടിയില്ല. അതോടുകൂടി ആകെ നിരാശ ബാധിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുമ്പം ഉണ്ടാകുന്ന നിരാശ. ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ചരിത്രമാണ് സൂചിപ്പിക്കുന്നത്. ഭയം, നിരാശ, ഇതിന് പരിഹാരമായിട്ട് നമുക്ക് സ്വീകരിക്കുന്ന ഒരു 4 മാർഗങ്ങൾ. ഒന്ന് പ്രതീക്ഷയാണ്, 2 തവക്കുൽ, 3 പരിശ്രമം, 4 നമ്മുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകളെ നിയന്ത്രിക്കൽ. ഈ 4 കാര്യങ്ങളെ ആണ് ഈ 2 അവസ്ഥകൾക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന അനേകം കാര്യങ്ങളിൽ 4 അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചരിത്രത്തിൽ നിന്നാണ്. ഈജിപ്തിൽ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന ഒരു സാഹചര്യം. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന ആ ഒരു സാഹചര്യം എന്നുള്ളത് വളരെ ഭീതിയുള്ള ഒരു സാഹചര്യമായിരുന്നു. അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫിറഔനായിരുന്നു. ഫിറഔന് വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമയുടെ വംശപരമ്പര ഇസ്രായേൽ വിഭാഗമായിരുന്നു. ഈ ഇസ്രായേൽ വിഭാഗത്തിലുള്ള ആളുകളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുകയും അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫിറഔന് ഒരു വാർത്ത, ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാർത്ത അറിയുകയാണ് അദ്ദേഹം. ഈ ഇസ്രായേലിൽ ഒരു ആൺകുട്ടി ജനിക്കും, ആ ആൺകുട്ടി നിങ്ങളുടെ ഭരണത്തിന് ഒരു വെല്ലുവിളിയാകും എന്നുള്ള ഒരു സ്വപ്നവ്യാഖ്യാനം ഫിറഔന് കിട്ടുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിറഔൻ സ്വീകരിച്ച നടപടിയാണ് ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിക്കുക എന്നുള്ളത്. ഇനി ഇത് ഒരു സ്ത്രീ പ്രസവിച്ചു. സ്ത്രീ പ്രസവിച്ചത് ആൺകുട്ടിയാണ് എന്നുള്ള വാർത്ത പ്രസവിച്ച ഉടനെ ഇവർ കൊട്ടാരത്തിൽ അറിയിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഒരു ദിവസങ്ങൾ കഴിഞ്ഞാൽ എങ്ങനെ ആയാലും പട്ടാളക്കാർ ഇതറിയും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടിയെയും കൊല്ലും, ഉമ്മയെയും കൊല്ലും. അപ്പോൾ ഇത്രയും പേടിയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇനി നമ്മളെ ജീവിതത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുക. ഇത്ര ഒരു ഭീതിയുള്ള ഒരു അവസ്ഥ ഒന്നും ഏതായാലും അൽഹംദുലില്ലാ നമ്മൾക്കില്ല. അപ്പോൾ എത്ര ഭീതിയുള്ള അവസ്ഥയാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവെടിയരുത് എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും ചരിത്രത്തിലേക്ക് നമ്മൾ പോവാം. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമയുടെ ആ ഒരു സമുദായം ഇസ്രായേലർ ഇങ്ങനെ വളരെ പ്രയാസത്തിൽ, ഭീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൽ ആൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഓരോ വർഷവും ഓരോ ദിവസവും പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ ഫിറൗൻ്റെ പട്ടാളക്കാരിങ്ങനെ കൊന്നൊടുക്കുകയാണ്. ഇസ്രായേലിൽ ആൺകുഞ്ഞുങ്ങളില്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് ഓൾറെഡി ഫിറൗൻ്റെ കൊട്ടാരത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയിലും ഇതൊക്കെ വരുന്നുണ്ട്. കാരണം ഈ ഇസ്രായേലിൽ നിന്നുള്ള പുരുഷന്മാരെയാണ് ഇവരെ അടിമപ്പണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൽ ഒരു തലമുറ, ആൺതലമുറ ഇല്ലാതെയായി പോയാൽ ഇവരുടെ ഈ അടിമപ്പണിക്ക് ആളെ കിട്ടാതാവും. അപ്പോൾ ഇത് ആണുങ്ങളിങ്ങനെ എണ്ണം കുറയുന്നത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടപ്പം ഇവർ ചർച്ച ചെയ്തു, ഇങ്ങനെ ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നമ്മളിങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് ആളെ കിട്ടാതാവും. അതുകൊണ്ട് ഇതിന് മറ്റൊരു പരിഹാരം നമ്മൾ തേടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അവർ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനത്തിലെത്തി, ഈ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് നമ്മൾക്ക് ഒരു ഗ്യാപ്പ് ഇടാം. ഒരു വർഷത്തിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാം, അടുത്ത വർഷത്തിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക, നമുക്ക് ജീവിക്കാൻ അനുവദിക്കാം. പിന്നെ അതിനടുത്ത വർഷം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാം. അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തി. അപ്പോൾ ഈ നൂറുകണക്കിന് ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെയാണ് ഇവരിങ്ങനെ കൊന്നൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം കടന്ന്, ആ വർഷത്തിൽ കുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലരുത് എന്ന് ഫിറഔൻ കൽപ്പിച്ച ഒരു വർഷമായിരുന്നു അത്. ആ സാഹചര്യത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ ഗർഭിണിയായി അവർ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ജ്യേഷ്ഠനായ ഹാറൂൺ അലൈഹി സ്വലാമായിരുന്നു അത്. അപ്പോൾ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്, പ്രശ്നമൊന്നുമില്ല. ആ വർഷം ഫിറഔന് പട്ടാളക്കാർ കണ്ടാൽ കൊല്ലൊന്നുമില്ല. പിന്നെ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ ഗർഭിണിയാവുകയാണ്. അങ്ങനെ അവർ പ്രസവിക്കുന്ന ആ ഒരു സാഹചര്യം, ആ ഒരു വർഷം എന്നുള്ളത് ആൺകുഞ്ഞ് പ്രസവിച്ചാൽ കൊല്ലണം എന്ന് കൽപ്പനയുള്ള ആ ഒരു വർഷമായിരുന്നു അത്. ഇപ്പം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മളെ ശരീരത്തിൽ സംഭവിക്കുന്ന രോഗമായാലും മരണങ്ങളായാലും സാമ്പത്തിക പ്രതിസന്ധികളായാലും ഒക്കെ ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഗതിയല്ല. അള്ളാഹു നടക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ള ടൈമിലാണ് ഓരോന്നും നടക്കുന്നത്. ഇനി മൂസാ നബി അലൈഹി സ്വലാമയെ വേണമെങ്കിൽ അള്ളാഹുവിന് ഏതു സമയത്ത് ജനിപ്പിക്കാമായിരുന്നു. ആൺകുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലരുത് എന്ന് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വർഷത്തിൽ വേണമെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമയെ അള്ളാഹുവിന് ജനിപ്പിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു ജനിപ്പിച്ചത് എന്നാണ് ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലണം എന്ന് കൽപ്പനയുള്ള ഒരു വർഷം തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അല്ലേ, അപ്പോൾ നമ്മളെ ജീവിതത്തിലും ഇതുപോലെ പ്രതികൂലമാണ് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന കുറേ സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതാണ് ഭീതിയും നിരാശയുമൊക്കെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എൻ്റെ രോഗാവസ്ഥ ഇത്രയായല്ലോ, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലാണല്ലോ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ വാതിലുകളും അടഞ്ഞു, ആരും എന്നെ സഹായിക്കാനില്ല, എനിക്ക് ആരും ആശ്വാസം നൽകാനില്ല. ഇതൊക്കെ ഭൗതികമായിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് മുന്നിലൊന്നും ഒരു വഴി കാണുന്നില്ല. ആ സമയത്ത് നമ്മൾ നിരാശപ്പെടരുത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളുടെ മുന്നിൽ പ്രതീക്ഷയുണ്ടാവേണ്ടത്. ഈ സാഹചര്യങ്ങളിലും ഒരു വാതിൽ, എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു വാതിൽ എനിക്ക് അള്ളാഹു തുറന്നു തരും. അള്ളാഹുവിലുള്ള തവക്കുലാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ പ്രസവിച്ചു. ആ കുട്ടി ഈ ഒരു ആൺകുഞ്ഞാണല്ലോ, ഇതിനെ പട്ടാളക്കാർ കണ്ടാൽ കൊല്ലും. പക്ഷേ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ അവിടെ വരികയാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കുകയാണ്, ആ കുട്ടിക്ക് മുല കൊടുക്കുക, അതിനെ നീ അവൻ്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല, അവനെ നീ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കണം, അവനെ ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ച് നൽകും, നീ ദുഃഖിക്കരുത്. അപ്പം അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുന്നിലൊരു വഴിയും കാണുന്നില്ല, മനസ്സാകെ ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് നിരാശപ്പെട്ട് തളർന്നിരിക്കുന്നതിന് പകരം
പ്രതീക്ഷയും പ്രാർത്ഥനയും തവക്കുലും നമ്മൾ കൈമുതലകളാക്കുക. പ്രതീക്ഷ, തവക്കുൽ, പ്രാർത്ഥന. അള്ളാഹുവേ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ. എത്ര അടഞ്ഞ വാതിലുകളും എല്ലാ സാഹചര്യങ്ങളും വിപരീതമാണെങ്കിലും അള്ളാഹുവേ, നീയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരി. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളെ രോഗം ശിഫയാക്കാൻ, നമ്മളെ കടങ്ങൾ വീട്ടാൻ, വീടില്ലാതിരിക്കുമ്പോൾ ആ വീട് നമുക്ക് നിർമ്മിച്ചു നൽകാൻ, നമ്മുടെ മക്കൾക്ക് നല്ല സാഹചര്യങ്ങൾ വരുത്താൻ, നമ്മൾക്ക് എത്ര വിദ്വേഷം പുലർത്തുന്ന ശത്രുവാണ് നമുക്കുള്ളത് എങ്കിലും അയാളുടെ മനസ്സു മാറ്റാൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയുമെന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ, ആ ഒരു തവക്കുലാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അപ്പം ഇതാണ് നമ്മൾക്കൊന്നുണ്ടാവേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയുടെ മനസ്സിൽ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ വിപരീതമാണ്. പക്ഷേ അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. ഇനി എന്താണ് അള്ളാഹു പറയുന്നത്? കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴിക്കുക. ഇതും ഭൗതികമായിട്ട് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന സമയത്ത് അതൊരു രക്ഷപ്പെടാനുള്ള വഴിയായിട്ടല്ല നമ്മുടെ ബുദ്ധി നമ്മളോട് പറയാം. പക്ഷെ അള്ളാഹുവിൽ അവർ അചഞ്ചലമായിട്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മളോട് അള്ളാഹു കുറേ വാഗ്ദാനങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇത് അള്ളാഹിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഒരാൾ തഖ്വയോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ അവന് അള്ളാഹു ഒരു വഴി കാണിച്ചു തരുമെന്നുള്ളത്. അവൻ നമ്മളെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ സംഭവിച്ച് വഴിയില്ല എന്ന് വിചാരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിൽ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു മഖ്റജ് നൽകുമെന്നുള്ളതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അവന് റിസ്ക് നൽകുമെന്നുള്ളത് ഇത് അള്ളാഹിൻ്റെ ഒരു വാഗ്ദാനമാണ്. അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ യക്കീനോടുകൂടി മുന്നോട്ട് പോകുക, തഖ്വയുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെ പ്രതികൂലമായിട്ട് വരും. പലപ്പോഴും പ്രതികൂലമാകുന്ന സമയത്ത് നമ്മളെ മനസ്സ് തളർത്തുന്ന വാക്കുകളായിരിക്കും പലപ്പോഴും നമ്മൾ കേൾക്കുക മീഡിയകളിലൂടെ. സാഹചര്യങ്ങൾ ഇപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി, ഇനി ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ ഭർത്താവ് മരണപ്പെട്ടു, 4 കുട്ടികളാണ്, ഇനിയിപ്പോൾ എങ്ങനെ കുട്ടികളൊക്കെ നോക്കുക? എനിക്കിപ്പോൾ ഒരു പണിയില്ലല്ലോ, ഇനി വലിയത് കുറേ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള വാക്കുകൾ, നമ്മളെ മനസ്സിനെ തളർത്തുന്ന വാക്കുകൾ മീഡിയകളിലൂടെ ആയാലും വ്യക്തികളിലൂടെ ആയാലും, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായാലും ഒക്കെ അവിടെയൊക്കെ നമ്മളെ മനസ്സിന് കരുത്ത് നൽകാനാണ്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചരിത്രങ്ങൾ അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കുട്ടിയെ പെട്ടിയിലാക്കി പുഴയിലെറിയാന്ന് പറയുന്നത് തന്നെ പ്രതികൂലമായ സാഹചര്യമാണ്. ഒരു ബുദ്ധി നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മളൊരു കുട്ടീനെ ഇങ്ങനെ ഒരു പെട്ടിയിലാക്കിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നദിയിലേക്ക് ഒരു പുഴയ്ക്ക് വലിച്ചു വരുമോ? ഇല്ലല്ലോ. ആ പെട്ടി താന്നു പോകും, അത് കല്ലിലിടിച്ച് തകർന്ന് മരണപ്പെടും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അവരുടെ യക്കീന്, അള്ളാഹുവിലുള്ള ഈമാൻ, തവക്കൽ അത്രക്കും പവർഫുള്ളായിരുന്നു. പിന്നെ ആ നദി, നൈൽ നദി ഇങ്ങനെ ഒഴുകി അത് പോകുന്നത് ഫിറഔനിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ആ ഫിറഔൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലൂടെ ഇത് പോകുമ്പോൾ അവർ പിടിക്കൂലേ? അങ്ങനെ പിടിച്ച് തുറന്ന് നോക്കിയാൽ ആ കുട്ടിയെ കൊല്ലൂലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. പക്ഷേ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് ചരിത്രമായിട്ട് വായിച്ചു പോകാനുള്ളതല്ല, അതോടൊപ്പം ആ ചരിത്രം നൽകുന്ന വെളിച്ചമുണ്ട്. ആ വെളിച്ചം നമ്മുടെ കൽബിന് ഒരു തെളിച്ചമായിട്ട് മാറണം. നമ്മളെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്ന് വഴിയറിയാതെ ഇനി എന്തു ചെയ്യുമെന്ന് മനസ്സ് ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളാണ് നമ്മുടെ കൽബിന് വെളിച്ചമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജവും കരുത്തും നൽകേണ്ടത്.
ആ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ നദി, ഈ ചരിത്രത്തിലെ സംഭവത്തിലേക്ക് നമ്മൾ വന്നാൽ, ഈ പെട്ടി ആ നദിയിലൂടെ ഒഴുകി ഒഴുകി ഫിറൗനിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി. അവിടെ നിന്ന് ആ നദിക്കരികെ കുളിച്ചിരുന്ന ഫിറൗനിൻ്റെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹയുടെ തോയിമാർ ആ പെട്ടി കാണുകയും അവരത് എടുക്കുകയും അത് അവർ ആസിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ട് എത്തിക്കുകയാണ്. അങ്ങനെ പെട്ടി തുറന്നു നോക്കിയപ്പം ഒരു അതിസുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ആസിയ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ആ കുഞ്ഞിനോടൊരു ഇഷ്ടം തോന്നുകയാണ്. അവരാ കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് നേരെ കൊണ്ടുപോകുന്നത് ആരുടെ മുന്നിലേക്ക്? ഭർത്താവായ ഫിറൗനിൻ്റെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയും പ്രതികൂല സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഫിറൗൻ്റെ കൊട്ടാരത്തിലെത്തി, ആ പെട്ടി അവരെടുത്തു, നേരെ ഫിറൗൻ്റെ മുമ്പിലേക്കാണ്. അപ്പോൾ ഈ കുട്ടിയുടെ സ്കിൻ ടോൺ, ഈ കുട്ടിയുടെ ശരീരപ്രകൃതി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതൊരു ഇസ്രായേലിൽപ്പെട്ട കുട്ടിയാണ് എന്നുള്ളത്. ഫിറൗനിൻ്റെ വംശമായിട്ടുള്ള കിബിത്തികളുടെ സ്കിൻ ടോൺ അല്ല അത്. അപ്പോൾ ഫിറൗൻ്റെ മുന്നിലേക്ക് ഇതിങ്ങനെ കൊണ്ടുപോയി ആസിയ റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ നോക്കൂ, ഒരു നല്ല ഒരു ആൺകുഞ്ഞ്, ഇവനെ നിങ്ങൾ കൊല്ലരുത്, ഇവനെ നമുക്ക് വളർത്താം, ഇവനെ നമ്മൾക്ക് ഉപകാരമുള്ള ഒരു കുട്ടിയായിട്ട് മാറുമെന്ന് ആസിയ റളിയല്ലാഹു അൻഹ പറയാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച ഫിറൗൻ, ഇസ്രായേലിൽ ആൺകുഞ്ഞ് ജനിക്കുമെന്നും അത് തൻ്റെ ഭരണത്തിന് ഒരു വെല്ലുവിളിയാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഫിറൗൻ അതൊക്കെ ചെയ്തത്. എന്നാൽ അതേ കുഞ്ഞിനെ അള്ളാഹു ഫിറൗനിൻ്റെ മുന്നിലേക്ക് വളരെ രാജകീയമായിട്ടാണ് കൊണ്ടുവരുന്നത്. നൈൽ നദിയിലൂടെ, പ്രതികൂലതയിലൂടെ ഒഴുക്കി ഫിറൗനിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ്. അപ്പോൾ ഫിറൗനിൻ്റെ അത്രയും കുട്ടികളെ കൊന്ന ഫിറൗനിൻ്റെ മനസ്സിനെ അള്ളാഹു ചേഞ്ച് ചെയ്യിക്കുകയാണ്. ആ ഫിറൗൻ മറുപടി പറഞ്ഞു, നിനക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുന്നില്ല. ഇതൊക്കെ ആ ചരിത്രത്തിൻ്റെ ഒരു സംഗ്രഹമാണ്. ഖുർആൻ്റെ ആയത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ വിശദീകരിച്ച് നമുക്ക് കിട്ടും. അത് സൂറത്തു താഹയിലും സൂറത്തുൽ ഖസസിലുമൊക്കെ ഈ ചരിത്രം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ആയത്ത് പറഞ്ഞാണ്ടല്ല, ഈ ചരിത്രം ഒന്ന് ഒരു സമ്മറി ആയിട്ട് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിറൗൻ്റെ മനസ്സിനെ അള്ളാഹു മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനൊക്കെ പാഠം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പം മനസ്സ് തളരരുത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെയുള്ള പാഠങ്ങൾ. അങ്ങനെ ഫിറൗൻ ആ കുട്ടിയെ കൊല്ലരുത് എന്ന് പറയുകയും, ഫിറൗൻ തൽക്കാലം ആ കുട്ടിയെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ആ കുട്ടി ആ കൊട്ടാരത്തിൽ സുരക്ഷിതനായി എത്തി. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിയാകുമ്പം ആ കുട്ടി പാലിന് വേണ്ടി കരയും. ആ കുട്ടി കരഞ്ഞു. ആസിയ റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിലെ സ്ത്രീകളെയൊക്കെ വിളിച്ച് ആ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. അവിടെയും അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ, അതാണ് അൽ ഖയ്യൂം എന്നുള്ളത്, അല്ലേ? എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പം മൂസാ നബി അലൈഹിസ്സലാമയെ ഏത് വർഷം ജനിക്കണം അത് നിയന്ത്രിച്ചത് അള്ളാഹുവാണ്. ആ നൈൽ നദിയിലൂടെ ആ പെട്ടി തകരാതെ അത് കല്ലിലിടിച്ചോ അല്ലെങ്കിൽ ആ നദിയുടെ ആയിലേക്ക് താഴ്ന്നു പോയിട്ടോ അത് നശിക്കാതെ ആ പെട്ടിയെ നിയന്ത്രിച്ചത് അള്ളാഹുവാണ്. ആ തോയിമാരുടെ കൈകളിലേക്ക് തന്നെ ആ പെട്ടിയെ എത്തിച്ചത് അത് നിയന്ത്രിച്ചത് അള്ളാഹുവാണ്. ആസിയ റളിയല്ലാഹു അൻഹയുടെ മുന്നിലിട്ടിട്ട് അവരുടെ മനസ്സിൽ ആ കുഞ്ഞിന് കൗതുകം ജനിപ്പിക്കുന്ന രീതി, ആ കുഞ്ഞിൻ്റെ ആ ഒരു നോക്കിയപ്പം അവരുടെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിപ്പിച്ചത് അള്ളാഹുവാണ്. ക്രൂരനായിട്ടുള്ള ഫിറൗനിൻ്റെ മനസ്സ് അത് കൊല്ലണ്ട എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി നാവിലൂടെ അത് നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ എല്ലാം അതാണ് അൽ ഖയ്യൂം, എല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ആ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾ മുല കൊടുക്കുകയാണ്. മുല കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി കുടിക്കുന്നില്ല, ആ കുട്ടി കരയുകയാണ്. അപ്പോൾ ഇതും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് വരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ, എനിക്ക് പൈസ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. പൈസ വേണം, പക്ഷേ പൈസ കുറച്ച് കുറയുന്നതോടുകൂടി ആകെ അങ്ങോട്ട് അസ്വസ്ഥമാവുകയാണ്. അല്ലെങ്കിൽ എനിക്ക് കുറേ കുടുംബ സ്വാധീനം, കുറേ ശാരീരികമായിട്ടുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബ പശ്ചാത്തലം, ഇതാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള സംഗതിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അതിലേതെങ്കിലും ഒന്ന് കുറയുമ്പം നമ്മളെ മനസ്സ് അസ്വസ്ഥമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള സബബുകളാണ്, കാരണങ്ങളാണ്. ഈ കാരണങ്ങളിലല്ല നമ്മൾ യക്കീൻ കൊള്ളേണ്ടത്. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായിട്ടുള്ള അള്ളാഹുവിലായിരിക്കണം നമ്മൾ യക്കീൻ കൊള്ളേണ്ടത്. അപ്പോൾ മുല കൊടുക്കാൻ തുടങ്ങി ആ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾ ഒന്നടങ്കം. പക്ഷേ ആരുടെ മുലയും ഈ കുഞ്ഞു കുടിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല. അങ്ങനെ ആസിയ റളിയല്ലാഹു അൻഹ പട്ടാളക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഈ കുഞ്ഞുമായിട്ട് ടൗണിലേക്ക് പോയി, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ വിളിച്ചു പറയണം, ഈ കുഞ്ഞിന് മുല കൊടുക്കാൻ സ്ത്രീകൾ തയ്യാറാവുക, അവർക്ക് നല്ല പാരിതോഷികങ്ങൾ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളംബരം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പട്ടാളക്കാർ ഈ കുഞ്ഞുമായിട്ട് ടൗണിലെത്തുകയാണ്. ഇവർ ഈ വിളംബരം അവിടെ ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഒരുപാട് സ്ത്രീകൾ വന്നു കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും തന്നെ റിസൾട്ട് കാണുന്നില്ല. ഇനി ഇവിടെ നമ്മൾ ഈ ചരിത്രം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി പുഴയിലെറിയുകയാണ്. അവരോട് പുഴയിലെറിയുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞിരുന്നു, ആ കുട്ടിയെ നിനക്ക് ഞാൻ തിരിച്ചു നൽകുമെന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ കുട്ടിയെ പെട്ടിയിലാക്കി പുഴയിലെറിയാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ലഭിക്കാനുള്ള കാരണങ്ങളിലൊന്ന്. അതനുസരിച്ച് അവർ ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി. ഇനി ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവരാ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി. ഇനി അള്ളാഹ് എനിക്ക് തിരിച്ചു തരുമല്ലോ, അവർക്ക് നല്ല തവക്കുലുണ്ട്. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൽ സമർപ്പിച്ചിട്ട് ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കിയിട്ടുള്ളത്. പക്ഷേ അതോടുകൂടി അവർ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നിഷ്ക്രിയയായിട്ട് നിന്നില്ല. അവർ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. അവർ തൻ്റെ മകളായിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാമയുടെ സഹോദരിയെ, ഒരു വലിയ പ്രായമൊന്നുമില്ലാത്ത കുട്ടിയാണത്, ഒരു 10 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ നദിയുടെ സൈഡിലൂടെ ഈ പെട്ടിയെ ഒഴുകുന്നതിനനുസരിച്ച് നീ ഇങ്ങനെ നടക്കണം, ആ പെട്ടി നീ ഫോളോ ചെയ്യണം, എന്നിട്ട് അതിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നിരീക്ഷിക്കാൻ പറഞ്ഞു. അള്ളാഹു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ള യക്കീനും തവക്കുലും ഒക്കെ നമ്മൾക്കുള്ളതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല. അതാണ് ഇതിലുള്ള പാഠം. അവർ ചെയ്ത ഒരു സംഗതി, ആ പെട്ടി എന്തൊക്കെയാണ് അതിന് സംഭവിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ നിയോഗിച്ചു. അതൊന്ന്. മറ്റൊന്നുള്ളത് ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ പെൺകുട്ടി ആ പുഴയുടെ സൈഡിലൂടെ ആ പെട്ടി ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. പെൺകുട്ടി ഇങ്ങനെ കാണുന്നുണ്ട്, ഇത് ഫിറഔനിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തുന്നത്, അവിടെ നിന്ന് ആ തോയിമാർ ആ പെട്ടി എടുക്കുന്നത്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, പിന്നെ ഈ ടൗണിൽ ആ പെട്ടിയുമായിട്ട്, ഇതൊക്കെ ഈ പെൺകുട്ടി ഇതിനെ ഫോളോ ചെയ്യേണ്ടി, ഇവരറിയാതെ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൗണിലെത്തി പട്ടാളക്കാർ ഈ വിളംബരം പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ കുട്ടി നിരീക്ഷിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ വൈകാരികമായിട്ടുള്ള ബുദ്ധി. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മളെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്നതാണ് വികാരങ്ങൾ കൈവിട്ടു പോവുക എന്നുള്ളത്. അപ്പോൾ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമ്മുടെ വികാരങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അതിൽപ്പെട്ട 1 ദേഷ്യമാണ്, 2 സങ്കടമാണ്. അപ്പോൾ ഈ ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ വരിക. മൂസാ നബി അലൈഹി സ്വലാമയുടെ ആ സഹോദരി, ആ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു മനസ്സ് നമ്മൾ നോക്കണം. ആ പുഴയിലൂടെ ആ പെട്ടി ഒഴുകുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളാണ് എന്നുണ്ടെങ്കിലോ ആ ഒരു പുഴയിലൂടെ ഇങ്ങനെ നമ്മളെ മനസ്സിൽ അമിതമായ ബേജാറ് വരുമല്ലോ. പക്ഷെ ആ കുട്ടി കാമായിട്ട് ആ പെട്ടിയെ ഫോളോ ചെയ്തു. അവരെ ഏൽപ്പിച്ച ആ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് നിർവഹിച്ചു. പിന്നെ ആ പട്ടാളക്കാർ വന്ന് ടൗണിൽ നിന്ന് ഇതിങ്ങനെ വിളംബരം ചെയ്യാണ്. അപ്പോൾ വിളംബരം ചെയ്യുന്നതൊക്കെ ഈ പെൺകുട്ടി ഇതിങ്ങനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ത്രീകൾ വന്ന് ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് മുല കൊടുക്കുന്നതും അതൊന്നും റിസൾട്ട് കാണാതെയാകുന്ന സമയത്ത് ആ പെൺകുട്ടി
ആ പട്ടാളക്കാരുടെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വരിക. എന്നിട്ട് പട്ടാളക്കാരോട് പറയാണ്, ഞാനൊരു വീട്ടുകാരെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവർ മുല കൊടുത്താൽ ഒരു പക്ഷേ ഈ കുട്ടി കുടിക്കും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ പട്ടാളക്കാർക്കൊരു ആശ്വാസമായി. എങ്കിൽ ആ വീട്ടുകാരെ എനിക്ക് കാണിച്ചു തരാണ്. ഇവിടെയും ആ പെൺകുട്ടി കാണിച്ച ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരികമായിട്ട് കൺട്രോള്, ആ സ്വന്തം അനിയനാണല്ലോ, ആ അനിയനെ ഇങ്ങനെയൊക്കെ പ്രതികൂല ആ നദിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ മുന്നിലിങ്ങനെ കാണുന്ന സമയത്ത് ആ പെൺകുട്ടി അതിനെ നേരെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ അനിയനാണ്, ഇവൻ്റെ ഉമ്മൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയി ആ ഉമ്മനെ എനിക്കറിയാം, ആ ഉമ്മ പാല് കൊടുത്താൽ ഇവൻ കുടിക്കും എന്ന് പറഞ്ഞില്ല. ആ രഹസ്യം അവർ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് നല്ലോണം എപ്പോഴും ബോധ്യം ഉണ്ടാവണം. ഓരോ സാഹചര്യത്തിലും എന്തു പറയണം, എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു ബുദ്ധി അത് നമ്മൾക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള പാഠം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപകടത്തിൽ പെടുമെന്നുള്ളതാണ്. അങ്ങനെ ഈ പെൺകുട്ടി ഈ ഒരു സംഗതി മറച്ചു വെച്ചുകൊണ്ട് തന്നെ ആ പട്ടാളക്കാരുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്വന്തം വീട്ടിലെത്തി ഉമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ അവിടെ നിന്ന് കാണിച്ച ആ ഒരു ഇതും ആ ഉമ്മ ആ കുഞ്ഞിനെ കൈകളിൽ ഇങ്ങോട്ട് കിട്ടിയ സമയത്ത് പറഞ്ഞില്ല ഇത് എൻ്റെ മോനാണെന്ന് അവർ പറഞ്ഞില്ല. അവരതിനെ കുഞ്ഞിനെ വാങ്ങി, എന്നിട്ട് അതിനെ മുല കൊടുത്തു, ആ കുഞ്ഞു കുടിച്ചു. അപ്പോൾ അവരവിടെ കാണിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അവരാ വികാരം, കുഞ്ഞ് ഇങ്ങനെ നദിയിലൂടെ ഒഴുകി ഇങ്ങനെയൊക്കെ സാഹചര്യത്തിലെത്തി മുന്നിലെത്തിയിട്ടും ഇതിൻ്റെ മകനാണ്, ഇനി എവിടെയായിരുന്നു, എങ്ങനെ പടച്ചോൻ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തന്നല്ലോ എന്നൊക്കെ രീതിയിൽ അങ്ങോട്ട് ആ ഒരു സംഗതി വെളിവാക്കുന്ന രീതിയിൽ അവർ പറഞ്ഞില്ല. എല്ലാ സമയത്തും അവർ കൺട്രോൾ ചെയ്തു എന്ന്. അപ്പം നമ്മളെ വികാരങ്ങളും നമുക്കിതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ ഈ കുഞ്ഞിനെ മുല കൊടുത്തപ്പോൾ ആ കുഞ്ഞ് കുടിച്ചു. ഇത് പട്ടാളക്കാരറിഞ്ഞു, അവർക്ക് സന്തോഷമായി. അവർ ഈ വാർത്ത കൊട്ടാരത്തിൽ അറിയിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ആസിയ റളിയല്ലാഹു അൻഹ ഈ ഉമ്മയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി. ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചോളി, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ നൽകാം. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ പറഞ്ഞു, എനിക്ക് വേറെയും കുട്ടികളുണ്ട്, അതുകൊണ്ട് ഇവിടെ താമസിക്കുക എന്നുള്ളത് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോളൂ, ഇതിനെ നിങ്ങൾ മുല കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ട ചെലവ് ശമ്പളം ഞങ്ങൾ നൽകാമെന്നുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ ഒരു പ്ലാനിങ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഒരു വളരെ പ്രതികൂലമായ ഭീതി നിറഞ്ഞ സാഹചര്യത്തിൽ അള്ളാഹു ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊല്ലണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഫിറഔനിൻ്റെ മുമ്പിലേക്ക് തന്നെ പുഴയിലൂടെ ആ കുഞ്ഞിനെ എത്തിച്ചു. അവിടെ നിന്ന് പലരും മുല ആ ഫിറഔനിൻ്റെ മനസ്സ് മാറ്റി. ആ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഒരുപാട് സ്ത്രീകൾ മുല കൊടുത്തിട്ടുമൊന്നും കുടിക്കാതെ സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് തന്നെ അള്ളാഹു അതിനെ എത്തിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, അവനെ ഞാൻ നിന്നിലേക്ക് തന്നെ എത്തിക്കുമെന്ന്, നിനക്ക് തന്നെ തിരിച്ചു നൽകും. മാത്രമല്ല ആ കുഞ്ഞിന് മുല കൊടുക്കുന്നതിന് മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മക്ക് പ്രതിഫലവും ലഭിക്കുകയാണ്. അപ്പം ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബ് എന്നുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ അള്ളാഹുവിൻ്റെ പ്ലാനിങ് അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഓരോന്നും സംഭവിക്കുമ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലാണ്. അപ്പം 4 പാഠങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഒന്ന്, ജീവിതത്തിൽ എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുന്ന സമയത്തും പ്രതീക്ഷയുള്ളവരായിട്ട് നമ്മൾ മാറണം. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അമിതമായ ഭയം, നിരാശ ഇതിൽ പെട്ട് നമ്മൾ മനസ്സ് തളർന്നു പോകരുത്. പ്രതീക്ഷയുള്ളവരായിട്ട് നമ്മൾ മാറണം. മറ്റൊന്ന്, അടിയുറച്ച ഈമാനിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. അള്ളാഹുവിൽ നമ്മൾക്ക് നല്ല വിശ്വാസമുള്ളവരായിട്ട് നമ്മൾ മാറുക. അള്ളാഹുവിൽ തവക്കുലുള്ളവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കുക. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും
നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് നിഷ്ക്രിയരായിരിക്കുകയോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് അമിതമായി ഭയപ്പെട്ടിരിക്കുന്നതിനോ പകരം ഈ സാഹചര്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ഒരു പ്രവർത്തന നിരതരായിട്ട് നമ്മൾ മാറുകയുമാണ് ചെയ്യേണ്ടത്. പിന്നെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അമിതമായ ദേഷ്യം, സങ്കടം, ഭയം, ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ, ഇത് ഞാൻ കുറച്ച് ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം തന്നെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മനസ്സ് ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് ഖുർആനിൻ്റെ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് മനസ്സ് തളരാതെ ശാന്തമായ സംതൃപ്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ ഒരു രീതിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണ റബ്ബേ. അള്ളാഹുവെ, വിവാഹപ്രായമെത്തിയവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും നീ ഹൈറായ ജീവിത സാഹചര്യം നൽകണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ബർസക്കിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. അള്ളാഹുവെ, ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിമീങ്ങൾക്ക് ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.